നിലമ്പൂർ നാളെ വിധി എഴുതും. തികഞ്ഞ പ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ. ഞങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെ ഒന്നുകൂടി കാണുകയാണ്. പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ളൊരു പങ്കാളിത്തവും ആവേശമൊക്കെ ആയിരുന്നു. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF ജയിക്കും. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. മണ്ഡലത്തിൽ കനത്ത സുരക്ഷ. ൽ ജനതാ പാർട്ടിയല്ല രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ, മറ്റേത് അടിയന്തരാവസ്ഥയെ തോപ്പിക്കുക. എന്നിട്ടെന്താ TN ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടിപിടിക്കുന്ന ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്നായിരുന്നു CPMന്റെ ഭാഷ്യം. അപ്പോൾ കേരളത്തിലൊക്കെ C&AG റിപ്പോർട്ട് കീറിക്കളയാണ് CPM. അടിയന്തരാവസ്ഥക്കാലത്ത് CPM RSS കൂട്ടുകെട്ടുണ്ടായെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന നിലമ്പൂർ വോട്ടെടുപ്പ് തലേന്ന് ചർച്ചയാക്കി പ്രതിപക്ഷം. BJP വോട്ട് നേടാനുള്ള തന്ത്രമെന്ന് കോൺഗ്രസ് ന്യായീകരിച്ച് MV ഗോവിന്ദൻ. മാത്രമല്ല, ജനതാ പാർട്ടിയുമായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് ഈ ഉൾപ്പെടെയുള്ള UDF ആണ്. 1980 അന്നാണ് രാജഗോപാലൻ മത്സരിച്ചത് കാസർഗോഡ്. രാജഗോപാലൻ ഒരു ഘട്ടത്തിലും CPIM RSSുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അനാവശ്യ വിവാദമെന്ന് CPM. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് M സ്വരാജ്. പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയങ്ങളല്ലെന്ന് ഹൈക്കോടതി. പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമെന്നും കോടതി. ഇടക്കാല ഉത്തരവ് പെട്രോളിയം വ്യാപാരികളുടെ സംഘടന നൽകിയ ഹർജിയിൽ. ദേശീയപാതകളിൽ ഇനി ടോളിന് പകരം വാർഷിക പാസ്. 3000 രൂപയുടെ വാർഷിക പാസ് എടുക്കാം. ഓഗസ്റ്റ് 15 മുതൽ നിലവിൽ വരും. ഇന്ത്യ പാക് വെടിനിർത്തൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് പ്രകാരമെന്ന് US പ്രസിഡന്റ് ട്രംപിനോട് പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു. ആരും മധ്യസ്ഥരായില്ലെന്നും 35 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണത്തിൽ മോദി. കലഹം പരിഹരിച്ച് കാനഡയുമായി സഹകരിക്കാൻ G7 ഉച്ചകോടിക്കിടെ ധാരണ.